ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമിൽ നമുക്കൊരു ഡാൻസ് ആവാം അല്ലേ? ഡാൻസ് റൊമാൻറ്റിക്കാ ചിക്കൻ റൊമാൻസോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണി. ഞങ്ങളുടെ റെസിപ്പിയില് ബിരിയാണി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന സാധനമാണ്. അത് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇവർക്ക് ഇഷ്ടമാണ്, ബിരിയാണി നിങ്ങൾക്കും ഇഷ്ടമാണ്. സവാള കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കട്ട് ചെയ്യുന്ന ആളുകള് ഒരു കണ്ണോട് വെച്ചുള്ളിട്ടോ. ഒരു ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് വെക്കണോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഗ്ലാസ് വെക്കണോ നല്ലതാണ്. അല്ലെങ്കിൽ ഇത് കണ്ണീന്ന് വെള്ളം വരും. ഉള്ളി കഴുകിയ ടേസ്റ്റ് പോട്ടാ. കഴുകാത്ത ഉണ്ടാക്കാണ് ഏറ്റവും ബെറ്റർ. എങ്ങനെയുണ്ട് എന്റെ ഉള്ളി കട്ടിങ് സ്പീഡ് അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ഒരാള് ഫുഡ് ഉണ്ടാക്കുമ്പോ വാച്ചൊക്കെ കെട്ടി തമ്പ്രാനായിട്ടാണ് ഒരാൾ കിച്ചണിൽ കയറുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം ഉണ്ടാക്കുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാവും. ബിരിയാണി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ട സംഭവമാണ്. കേട്ട ആവശ്യമുള്ളതാണ്. ഇതിന് കഴിച്ചിട്ട് നമുക്ക് ഇനി ബിരിയാണി ഉണ്ടാവോ? എന്താണ് ഗൈസ്, കേട്ടകർ ഫുള്ള് കഴിക്കുന്നത് ഗൈസ്. ഒരാളവിടെ പട്ടി പണിയെടുക്കുക, ഞാൻ അവിടെ കേരളത്തിൽ കഴിച്ചോണ്ടിരിക്കുക. ആളുകൾക്കുള്ളൊരു പറയാനുള്ളത്, ഉള്ളി അരിഞ്ഞാൽ നമ്മളെല്ലാരും കരയും. ബാക്കി എന്തായിരുന്നാലും നമ്മൾ കരയില്ല. ഉള്ളി അരിഞ്ഞ നമ്മൾ കണ്ണീന്ന് വെള്ളം വരും. അപ്പൊ അതിന് കൈ ശ്രദ്ധിച്ചോട്ടാ. ഒരു കണ്ണട വെക്കണ നിർബന്ധമാണ് ഗൈസ്. കണ്ണട എന്തായാലും വെക്കണം. കഴിക്കലില്ല. എന്റെ പണി ചിക്കൻ കഴുകുക, അതാണ് എന്റെ ജോലി. ഓക്കെ, എപ്പോഴും നമ്മൾ അടി കട്ടിയുള്ള പാത്രം വേണം ബിരിയാണിക്ക് എടുക്കാൻ. ബിരിയാണിയൊക്കെ ശ്രദ്ധിക്കുക. നല്ല കട്ടി ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോ നല്ല അടി കട്ടിയുള്ള നല്ല സ്റ്റീലിന്റെ പാത്രം ഉപയോഗിക്കണം കേട്ടോ ഗൈസ്. നല്ല വൃത്തിയില് ചിക്കനിൽ ഓരോ ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ല ഓരോരോ പീസ് എടുത്തിട്ട് കഴുകണം കേട്ടോ. ഓക്കെ, പീസ് എടുത്ത് കഴുകുക. ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ കഴുകടേ. ഓക്കെ ഗൈസ്, ശ്രദ്ധിക്കൂ. അപ്പൊ നമ്മളിതാ ഇവിടെ ഉള്ളി കുനുകുന അരിഞ്ഞിച്ച്, കുനുകുനൊന്നും വേണ്ട, നിങ്ങളെ സ്റ്റൈലിൽ അരിഞ്ഞാൽ മതി. പിന്നെ തക്കാളി, പച്ചമുളക്, അങ്ങനെ സാധനങ്ങൾ. ഈ പച്ചമുളക് നമ്മള് നല്ല പച്ചമുളക് വേണം, ഉണ്ട പച്ചമുളക്. അത് നമ്മൾ എടുത്ത് ഒന്ന് ചതക്കണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടാണ് നമ്മള് ഒന്ന് ചതച്ചെടുക്കണ്ടേ. ചതച്ചാൽ മതി, നല്ല പേസ്റ്റ് ആവരുത്, ചതച്ചാൽ മതി. ഓക്കെ ഗൈസ്. കണ്ട ഗൈസ്, വലിയ വിചാരം നമ്മൾ വലിയ ഷെഫാന്നാണ്, വലിയ ഫുഡ് ഉണ്ടാക്കുന്ന ആളാ. ഇത് കെട്ടിയിട്ട് ഞാൻ മുറിക്കും. ഞാൻ കുഴപ്പം പോയി ചതക്ക്. സംഭവം എന്ന് വെച്ചാ ഇവള് ഡ്രസ്സിലൊക്കെ ആക്കും, കുക്ക് ചെയ്യുമ്പോ ഡ്രസ്സിലൊക്കെ ആക്കും. അല്ല ശരിയാട്ടോ. എന്നാ ചതക്ക്. ആദ്യം നമ്മള് കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ട് ചതക്കിന്. അയ്യേ, എന്നെ വേദനിക്കൊന്നുമില്ല, ചതച്ചൂരാനുണ്ടേ. മതിയാ? എന്തിനാ കണ്ണടക്കണ്? ഞാൻ ചതക്കണ? ഗൈസ്, അപ്പോ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ വലിയ ജീരകം അല്ലെ നമ്മള് റെഡിയാക്കി വെച്ച്. ഒരാളെ ചിക്കൻ ഹായ് ഒരായി കൊടുക്കൂ. ചിക്കൻ റെഡി അല്ലേ? നോക്കട്ടെ, കഴുകിയത് നോക്കട്ടെ, ആദ്യം ചെക്ക് ചെയ്യട്ടെ. ഇവിടെ നോക്കട്ടെ മോളെ, കഴുകിയത്. ഓ അടിപൊളി, ചിക്കൻ കഴുകി അടിപൊളി. ചിക്കൻ ഇട്ടല്ലോ. ചിക്കൻ ഇടാ. ഇത് ഫുള്ളൂടല്ലേ?
ഓക്കെ ഓക്കെ ചിക്കൻ ഇട്ട് ചിക്കൻ ഇനി ഇനി എന്താ കണ്ടി പറയാ മതി ഞാടാ ആ തക്കാളി ഇത് ഫുള്ള് ഇടുതിൽ സവോള തക്കാളി ഇങ്ങനല്ലേ കുറച്ച് ചെടി എന്ത് വലുതൊക്കെ ആയിരുന്നു ഇതൊക്കെ വേവണ്ടേ അത് ഞാൻ പറഞ്ഞുതരാ കേട്ടോ അത് ഏതാ കണ്ടിച്ച് തക്കാളി ഇട് തക്കാളി 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 ഇട് ഈ തക്കാളി ഇട്ടാ മതി ഉള്ളി ഇട്ടല്ലേ കേട്ടാ ഓക്കെ 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 ഇപ്പൊ തക്കാളി ഇട്ടു പച്ചമുളക് ഇതെടുത്ത് എന്താണ് സവാള ഇട്ടു ഇനി ഇത് വേപ്പിൻ്റെ കുറച്ച് കുറെ ഒന്നും വേണ്ട കുറച്ച് മതി ഇനി നമ്മൾ എടുത്തിടേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം ചതച്ചത്. ഓക്കെ ഫസ്റ്റ് നമ്മൾ ചിക്കൻ ഇട്ടു, പിന്നെ തക്കാളി സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം അല്ലെ, കറിവേപ്പില. അത് കുറച്ച് ലേശം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കൊരു ആവശ്യമുണ്ട്. ഓക്കെ കുറച്ച് നമ്മൾ അതിന്റെ ബാക്കി കുറച്ച് എടുത്തേക്കണം. പുതിന് കൂടി മിക്സ്. ഓക്കെ ഇനി നമുക്ക് ഇതിലിട്ടാനുള്ളതേ പൊടികളാണ്. എന്താ? ഗരം മസാല, ഉപ്പ്, മഞ്ഞള് കുറച്ച് എടുത്തന്നെ. ഉപ്പ് അവിടെ ഒക്കെ, മുളക് പൊടി, ഓക്കെ പിന്നെ ഗരം മസാല. മുളക് പൊടി ആവശ്യമില്ല, മുളക് പൊടിയുടെ ആവശ്യമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി വേണ്ട, ചിക്കൻ ഒന്നും വേണ്ട. മഞ്ഞൾപ്പൊടി വേണം, അതേപോലെ കുരുമുളക്, പെപ്പർ. ഓക്കെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി. ഓക്കെ മഞ്ഞൾപ്പൊടി കുറച്ച് മതി, കുറച്ച് മതി. കാശ്മീർ ചില്ലിയാണിത്, കുറച്ച് മതിയാ. ഇത് കളറിന് മാത്രം കൂടുതൽ നമ്മള് പച്ചമുളക് എടുത്തോണ്ട് വേണ്ട ആവശ്യമില്ല. കുരുമുളക് നമ്മള് നല്ല എരിവുണ്ടാവും, ലേശം ആവശ്യത്തിന്. ഗരം മസാല നമ്മൾ കുറച്ച് കൂടിക്കോട്ടെ. ഇത് 2 ടീസ്പൂൺ ഉണ്ട്. അപ്പൊ എന്തൊക്കെ പൊടികളായിട്ട് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും. പൊടികള് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്. ഓക്കെ ഇനി വേണ്ടത് നമ്മള് തൈര്, നല്ല ശുദ്ധമായ തൈര് ഒഴിക്കാണ്. നല്ല പുള്ളിയുള്ള തൈര് വേണം കുറച്ച്. ഇതാ അപ്പൊ നമുക്ക് ഇത്ര സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി. അപ്പൊ ഒന്നും വേവിച്ചിട്ട് പോലില്ല കേട്ടാ, ഇതിൽ ഉള്ളിയോ തക്കാളിയോ ചിക്കനോ ഒന്നും വേവിച്ചിട്ടില്ല. ഇത്ര സാധനം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് ഇനി നാരങ്ങ കുറച്ചുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചോളൂ. നമ്മൾ നാരങ്ങ ഉപയോഗിക്കണില്ല, ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇനി നന്നായിട്ട് ഇതുകൊണ്ടൊക്കെ ഞാൻ കൈ കഴുകാൻ ചോദിട്ടെ. കൈ കഴുകേണ്ടത് നന്നായി വൃത്തിയിൽ കഴുകിയതാ, നല്ല സെറ്റപ്പിലാണ്. ഗ്ലൗ ഉള്ളവര് ഗ്ലൗ കളി, ഇല്ലാത്തവര് കൈ എടുത്ത് കഴുകിയിട്ട് നന്നായി ഇതാക്കിയിട്ട് ചിക്കൻ ഇതാ നന്നായി മിക്സ് ചെയ്യണം. നല്ല മിക്സിങ് വേണം. മിക്സിങ് ആണ് ഇതിലും ഏറ്റവും ഇമ്പോർട്ടന്റ്. മിക്സ് ചെയ്തിട്ട് നന്നായി ഇതാ. ചിക്കനൊന്നും കുത്തരുത്, അതാണ് പറഞ്ഞ ഗ്ലൗ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോ ഞങ്ങൾക്ക് കഴിക്കാറുകൊണ്ടാണ് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യും. ഇതൊരു മണല്ലേ നല്ലത്, സ്മെല്ല്. ഇതുപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഗൈസ് പറയൂ, കമന്റ് പറയട്ടാ. കുഴക്കന്നെ നന്നായി കുഴക്കണം. പിസ്ത ഉണ്ടല്ലോ കേക്ക്. അയ്യോ ഗൈസ് നമ്മൾ ഏകദേശം നന്നായി മിക്സ് ചെയ്ത് നല്ല മിക്സിങ് ചെയ്തിട്ട് ഏകദേശം ഇങ്ങനെ നല്ല സ്മെല്ലുണ്ട്. നല്ല ദമ്മാക്കിന് വെക്കുക. ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഈ പാത്രത്തിൽ നമ്മൾ എന്താണ് ദമ്മിടുന്നത് ഇങ്ങനെ വെച്ചിട്ടാ. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോ ഒരു 2 മണിക്കൂറോളം നമുക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അതിങ്ങനെ ഇരിക്കട്ടെ, നല്ല റെസ്റ്റ് എടുക്കട്ടെ. സാധനം നല്ല നന്നായിട്ട് മസാല ഒക്കെ പിടിക്കട്ടെ, ടേസ്റ്റ്. ഓക്കെ ഒരു ടൈം ഗൈസ് കണ്ട ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് ഓരോന്ന് ചെയ്തിട്ട് ക്ലീനൊക്കെ ആക്കുക. ഒരാൾ ഇവിടെ ഇരുന്നിട്ടാ കഴിക്ക് ക്ഷീണ. എന്തിന് ചിക്കൻ കഴുകിനാ? ചിക്കൻ കഴുകിയ ക്ഷീണ. ചിക്കൻ മാത്രം കഴുകിയുള്ളൂ, പിന്നെ ഒന്ന് ചതക്ക ചെയ്ത് അതിന് ക്ഷീണായിരിക്കാം. ചതച്ചപ്പോ തന്നെ പകുതി പോയി. എന്നാ കഴിച്ചൂട്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമിൽ നമുക്കൊരു ഡാൻസ് ആവാം അല്ലേ? ഡാൻസ്.
റൊമാൻറ്റിക്കാ ചിക്കൻ റൊമാൻസോ കാറ്റ് വന്ന് കാറ്റിൽ മാത്രം ഒരാള് ഗൈസ് ക്ഷീണിച്ചിട്ട് ഇവിടെ ഹോർലിക്സ് കുടിക്കാണ്. ഭയങ്കര ക്ഷീണ ഒരാൾക്ക്. ഗൈസ് അപ്പനി കുക്കിംഗ് പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഗൈസ് അപ്പം നമ്മളിതാ അരി ഇവിടെ അരമണിക്കൂറോളം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ചതിൽ നമ്മൾ ലെമൺ ജ്യൂസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് വാങ്ങിക്കൊടുന്നതിൽ ഇറ്റിച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂറോളം 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മതി. ഉള്ളി ഇതാ കുനുകുനായിട്ടുണ്ട്. ഫ്രൈ ഓക്കെ. ഒരിക്കലും നമ്മള് ഫ്രിഡ്ജിൽ ഗീ നെയ്യ് വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഭയങ്കര, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഏകദേശം ഗ്യാസിൻ്റെ അവിടെ വെച്ച് കൊടുക്കുക. ഇന്ന് ചായ ബിരിയാണി. അപ്പൊ ഇന്നത്തെ പരിപാടി ബിരിയാണി. അപ്പൊ ഞാനാണ് കേട്ടോ ഗൈസ് ഹെൽപ്പർ ഞാനാണ്. എല്ലാ പണിയും ഞാനാണ് ചെയ്യുന്നത്. ഹെൽപ്പർ ഇപ്പൊ ഉള്ളി ഫ്രൈ ആക്കുന്നതാ. ബിരിയാണിയുടെ ലാസ്റ്റ് ആരുടെങ്കിലും വീട്ടിൽ ബിരിയാണി വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇരിക്കണ മനുഷ്യനെ വിളിച്ചോക്കാം. ചേരട്ടല്ലായിരുന്നു. നമ്മള് അതില് പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം കുറച്ച്, പിന്നെ ഇത് എന്താണ് പിന്നെ വേണ്ട സ്നേഹം. സ്നേഹം ഉണ്ടെങ്കിലാണ് എന്ത് സാധനം നമ്മള് ഉണ്ടാക്കുന്ന സ്നേഹത്തോടെ ഉണ്ടാക്കിയാൽ നല്ല രുചി ഉണ്ടാവും. ഓക്കെ, അത് ശ്രദ്ധിക്കാം ഗൈസ്. വെള്ളം പറഞ്ഞാൽ നമ്മൾ എത്ര അരി എടുത്ത് ആ അരി എടുത്തതിൻ്റെ ഇപ്പോൾ 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം മതി. അത്ര വെള്ളം വെച്ചിട്ട് ചോറ് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ദമ്മിൽ കാണിച്ചിടൊക്കെ കാണിച്ചിടാം. അത് നമ്മൾ ഇതിൽ നമ്മൾ ഈ വെള്ളം ചോറ് വറ്റിക്കുന്നതിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം അതിൻ്റെ കുറച്ച് മാറ്റി വെച്ചിരുന്ന് അത് ഇതിലിടണം കേട്ടോ. കുറച്ച് ഒരു ഫ്ലേവർ വേണം. ഓക്കെ, ഇത് സ്പെഷ്യലായതുകൊണ്ട് ഒന്നുമില്ല, റെസ്റ്റാ. ഏകദേശം വെള്ളം തിളച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാം. ഇപ്പം എന്താ കിട്ടുന്ന എല്ലാവർക്കും അറിയില്ലേ? അതെ, മേത്തേക്ക് ധരിക്കും. പതുക്കെ 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 പതുക്കടി, പതുക്കെ തെറിക്കണ്ട, പതുക്കെ പതുക്കെ പതുക്കടി, പതുക്കെ തട്ടിടി. ഏകദേശം 2 മണിക്കൂറോളായി നമ്മൾ മസാല റെഡിയാക്കി വെച്ചിരുന്നത്. ഇതുപോലും വേവിച്ചിട്ടില്ല. എല്ലാവരും വിചാരിക്കുന്നത് വേവിക്കാതെ നിന്ന് വേവിക്കണ്ട. ഇറച്ചി വേവിച്ചില്ല, ഒന്നുമില്ല. ഇറച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരെ ദമ്മിടുക. കാണിച്ചിട്ടെല്ലാം കാണിച്ചിടാം. അപ്പോൾ നമ്മുടെ റൈസ് ഇതാ ഏകദേശം ഒരു 70% വെന്തുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മളെ പരിപാടി. ഇതൊരു കാര്യം പറഞ്ഞാൽ നമ്മളെ മേലത്തെ ചോറുണ്ടല്ലോ, അത് മാത്രം കറക്റ്റ് എടുക്കണം. അത് ലെയറായി എടുത്തിട്ട് വേണം. ഇപ്പൊ തീയൊന്നും കത്തിച്ചില്ല കേട്ടാ. തീയൊന്നും കത്തിച്ചില്ല. ഇനിയിപ്പോ ഇതിങ്ങനെ എടുത്തിട്ട് അപ്പൊ ചിക്കൻ വേവുവോ? ഇതൊക്കെ വേവും. എന്തൊക്കെ ആവണോ ഒക്കെ അറിയില്ല. റൈസ് ലെയറായി ഒരിക്കലും ഒരുമിച്ചിട്ട് റൈസ് ഇടരുത്. ലെയറായിട്ട് എടുത്തിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, നമ്മളതിന് പൈനാപ്പിൾ എസൻസ് ഒന്നും ഉപയോഗിക്കില്ല. എസൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒക്കെ നാച്ചുറൽ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നു. ഓക്കെ, ഗരം മസാല ഫ്ലേവറിനാണ്. ഓക്കെ, ഏകദേശം നമ്മളെ ചേരി കഴിഞ്ഞു. ആ ഒരു ഒനിയൻ ഇതൊക്കെ ഓയിലില്ലേ, അത് ഏകദേശം നോക്കുക. ഇനി ഇത് മൂടുക. ഒരു വെയിറ്റിൽ വെക്കണം. ഫോയിലുള്ള ആളുകളാണെങ്കിൽ ഫോയിൽ വെക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂറോളം ആവാനായി. ബിരിയാണി നമ്മൾ പൊട്ടിക്കാൻ പോകട്ടെ. വാ വാ നോക്ക് വാ. സ്മെല്ലില്ല, സ്മെല്ലില്ല. പൊട്ടിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ അത്
റൈസ് ഏകദേശം ഇങ്ങനെ പൊട്ടിച്ചിടണം, എന്നിട്ടാണ് അടിയിലേക്ക് പോകാൻ കേട്ടോ. ഇത് ഗൈസ് ബാക്കി നീ കഴിച്ചിട്ട് പറയാം. കഴിച്ചിട്ട് നല്ല മണക്ക് വരുന്നുണ്ട്. എനിക്കത് ബിരിയാണി ആയിരുന്നു. ടേസ്റ്റാ? വൗ, ഞാൻ കഴിച്ചു കാണിച്ചു പോകും. ഇത് ബിരിയാണി ഇത് അപ്പൊ ഷാനിക്ക് സ്പെഷ്യൽ ബിരിയാണി കണ്ടില്ലേ? ഇതിലിപ്പോ ബിരിയാണി ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ കഴിച്ചു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം ബിരിയാണി ആരും കഴിച്ചിട്ടുണ്ടാവില്ല, അതുപോലെ ഉണ്ടാക്കിണ്ടാവില്ല. നമുക്ക് ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അന്ന് കഴിച്ചു നോക്കാം. കമാ നീ എന്താവോ എന്തോ ഒരു കളറോ ഫുഡ് കളറോ ഇല്ലാത്ത ബിരിയാണി. ഹേയ് ഒരു ബിരിയാണിക്ക് ഇത്ര ഹൈപ്പെങ്കിൽ ഹൈപ്പ് തന്നെ ഒരു കളർ ഇല്ല, ഒരു എസൻസ് ഇല്ല, ഒന്നും ഇല്ലാത്ത ബിരിയാണിയാണ്. ഇതല്ലേ അനക്കാണ് സ്വന്തം കാര്യമൊന്നുമല്ല, നിനക്കാണ് ഈ കഴിച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കിട്ട് പറയാം. അച്ചാറ്, സലാഡ്, കേക്ക്. ഈ കേക്ക് നല്ല ചൂടുണ്ട്. കേക്ക് ക്യാമറ റൈസിലേക്ക് അടുത്തോട്ട് വരൂ. നല്ല ചൂടുണ്ട്. ചൂടുണ്ടായിക്കോട്ടെ, കഴിക്ക്. കൊള്ളാം, സൂപ്പർ. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പറാ. കഴിച്ചോട്ടെ. ഇതിൽ പൈനാപ്പിൾ കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് അതിലൊന്നും ഒരു ഇതും ചേർക്കില്ല, എസൻസോ ഒരു കളറും ചേർക്കാത്ത നല്ല നാച്ചുറൽ ബിരിയാണി. നല്ല അടിപൊളി, സൂപ്പർ സൂപ്പർ ബിരിയാണി. അപ്പോൾ എല്ലാവരും പറയാം എന്താ, വീട്ടിൽ ട്രൈ ചെയ്യാം, അഭിപ്രായം പറയാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, സബ് ചെയ്തോളി. നിങ്ങൾക്ക് വേണോ? കഴിച്ചോ.